ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പുതിയ വീടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊരു സ്വപ്നമായിരിക്കാം. ഈ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ നോക്കുന്നത് തന്നെ ഏകദേശം 8 അടി വരുന്നത്, അതായത് 240 സെൻറ്റിമീറ്റർ എങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 60 സെൻറ്റിമീറ്ററിൽ സെൻറ്ററിൽ നമുക്ക് വരുന്നത് 34 ഇഞ്ച് ടോപ്പ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പ് മുകളിലായിട്ട് ഒരടി മാറിയിട്ട്, ഭിത്തിയിൽ നിന്ന് ഒരടി മാറിയിട്ട് അത് വാഷ് ബേസിൻ്റെ സെൻറ്റർ വരാവുന്ന രീതിയിൽ നമുക്ക് ഒരു മിറർ ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിററിനോട്, അതായത് നമ്മുടെ വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ കളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സോസ്റ്റ്, ഹീറ്റർ, മിറർ ലാമ്പ്, പിന്നെ ഒരു പ്ലഗ് സ്വിച്ച്. ഇത്രയാണ് നമ്മുടെ ഒരു ബാത്റൂമിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സ്വിച്ചും പ്ലഗ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്തേക്ക് മാറി ഏകദേശം ഒരു 100 സെൻറ്റിമീറ്റർ, ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 90 സെൻറ്റിമീറ്ററെങ്കിലും കിട്ടിയാൽ നന്നായിരിക്കും. 90 to 100 സെൻറ്റിമീറ്റർ മാക്സിമം നമുക്ക് പോയാൽ 100 സെൻറ്റിമീറ്റർ മാക്സിമം മതി. 90 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ അത്രയും മതി. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ ക്ലോസറ്റ് വയ്ക്കും. രണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നത് ഇത് അതിൻ്റെ ഫ്ലഷാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത് ഹെൽത്ത് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ക്ലോസറ്റിലേക്ക് കയറുന്ന ഇൻലെറ്റും വെള്ളം കയറുന്ന ഇൻലെറ്റും വരുന്നുണ്ട്. കറക്റ്റ് സെൻറ്റർ ചെയ്ത്, അതായത് 100 സെൻറ്റിമീറ്ററിന് ശേഷം വരുന്ന അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 സെൻറ്റിമീറ്റർ, അതായത് ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഏരിയ ഒരു 100 സെൻറ്റിമീറ്റർ കൂടി കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് കുളിക്കുന്ന ഏരിയ ഒരു 100 സെൻറ്റിമീറ്റർ എങ്കിലും, ഏറ്റവും കുറഞ്ഞതല്ല ഏകദേശം ഒരു 90-നും 100-നും ഇടയ്ക്കെങ്കിലും വേണം നമുക്ക്. കാരണം കൈയെടുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് കൈ നമ്മുടെ ഭിത്തിയിൽ തട്ടാതിരിക്കുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു 90 സെൻറ്റിമീറ്റർ എങ്കിലും വേണം. ഏറ്റവും കുറഞ്ഞത് 100 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഈ ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം, ഡൈവേർട്ടർ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ, സ്പൗട്ട്, അതിൻ്റെ താഴെ വരുന്ന സിസ്റ്റമാണ് സ്പൗട്ട്. സ്പൗട്ടിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ഇഞ്ചാണ് വരുന്നത്. ഉണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. താഴെ നിന്ന് മുകളിലേക്ക് 30 ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ ഡൈവേർട്ടറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ മുകളിൽ വരുന്ന ഷവർ വരുന്നത് 7 അടിയിലാണ് വരുന്നത്. അതായത് 7 അടി എന്ന് പറയുമ്പോൾ നമ്മുടെ ലിൻഡിലിൻ്റെ ആ റേഞ്ചാണ് വരുന്നത്. അതാണ് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്കൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്ന ഏരിയ ചെറിയൊരു ഇഞ്ച് താത്തി ഇടുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കുളിക്കുന്ന വെള്ളം ഇപ്പുറത്തേക്ക്, അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളം ഒരുപാട് നമ്മുടെ ഈ ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്കും നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കും കടന്നു വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം ഒരു അര ഇഞ്ചായാലും കുഴപ്പമില്ല, 1 ഇഞ്ചായാലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ ആ ഏരിയയിൽ നമുക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഒരു ബാത്റൂമിൽ വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ, അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങൾ. ഓർക്കുക, 8 അടിയിൽ കൂടുതൽ, 8 അടിയെങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ നന്നായി നീറ്റായിട്ട് നല്ലൊരു ബാത്റൂം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.